ഈ ഒരു ഐറ്റം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇതാണ് കുരുമുളക്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളിതിന് കറുത്ത പൊന്ന് എന്നാണ് പറയുന്നത്. നല്ല വിലയുള്ള ഐറ്റമാണ്. നമുക്കിത് വീട്ടുപയോഗത്തിനും അതുവേറെ നമുക്ക് വിൽക്കാനും കൂടി കിട്ടുന്ന സാധനമാണിത്. നമ്മളിതുപോലെ ടെറസിലിട്ടിട്ട് ആർപ്പായ്ക്ക് വിരിച്ചിട്ട് ഇത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് പിന്നെ നമ്മളിതിൽ നിന്ന് നല്ല കുരുമുളകും അതുപോലെ പൊള്ള അല്ലെങ്കിൽ പതിരായിട്ടുള്ള കുരുമുളകും വേർതിരിക്കും. നമ്മളിത് വിൽക്കാനൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിത് വേർതിരിച്ചെടുക്കുന്നത്. ഇത് ലാസ്റ്റ് നല്ലതാണ് കിട്ടിയത്. താഴെ കിടക്കുന്നത് പൊള്ളയാണ്. രണ്ടും വിൽക്കാം, നല്ല റേറ്റാണ് രണ്ടിനും. അപ്പോൾ നമ്മൾ ഇതുപോലെ വേർതിരിച്ചിട്ട് നമ്മൾ വിൽക്കാൻ കൊണ്ടുപോവുകയാണ്. ഇതാണ് നല്ലത്. നമ്മളൊരു സാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ കംപ്ലീറ്റ് മാറ്റിയെടുത്തിട്ട് ഇതാണ് പൊള്ള എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൈകൊണ്ട് പൊടിച്ചാലൊക്കെ ചിലപ്പോൾ പൊടിയുന്നതൊക്കെ ഉണ്ടാവും അതിൽ. പക്ഷെ നല്ലതാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് തിരുമ്മിയാൽ ഒന്നും പൊടിയൂല. അങ്ങനെയാണ് നമ്മൾ നല്ലത് വേർതിരിച്ചത്. ഇതുപോലെ വലിയ കുരുമുളകായിരിക്കും നല്ലതായിട്ട് ഉണ്ടാകുന്നത്. നമ്മൾ വീട്ടാവശ്യത്തിന് നമ്മൾ ഒന്നുകൂടി ഇതുപോലെ ഉണക്കിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കും. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ടെറസിലിട്ട് ഉണക്കിയിട്ട് ഒരു വർഷത്തേക്കുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ ഉണക്കി വെക്കുകയാണ് ചെയ്യുക. 1-2 വർഷത്തേക്ക് ഇത് കേടാവത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വീട്ടിൽ